എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരവും ഒരു സിനിമയുടെ വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്തുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയോട്ടും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ മീഡിയ ഫ്രണ്ട്സിന്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ്സ് ഉണ്ട്, അവർക്കും സ്വാഗതം. നമ്മുടെ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രണ്ട് റോസിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങുകയാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ വെൽക്കം ചെയ്യണം എന്നാണ്. ഇഫ് ഐ കുഡ് സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് ആ ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ, പ്രഭു സർ. സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് തമിഴ് ഒരു രക്ഷയില്ല. ആൻഡ് ഓഫ് കോഴ്സ് the captain of the ship, Jean Paul Lal, popularly known as Junior Lal. Junior മാത്രമല്ല സീനിയർ തൊട്ട് പറഞ്ഞിട്ടുണ്ട് ലാൽ സർ, സ്വാഗതം. ആൻഡ് റൈറ്റ് നെക്സ്റ്റ് ടു ഹിം വി ഹാവ് സുരേഷ് കൃഷ്ണ സർ. ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, അവരില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ളതുകൊണ്ട് we have Naveen Yerneni from Maitri Movie Makers, one of our production partners, and of course Alan Anthony and Anup Venugopal, Godspeed ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞു ഇല്ല. We have a super protagonist. Tovino is right here in front of me. This very handsome, this very talented Tovino is here. Saubin ചേട്ടാ സ്വാഗതം. സ്നേഹം മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഇഫ് ഐ കുഡ് ഓൾസോ മെൻഷൻ മിസ്റ്റർ ആൽബി, നമ്മളുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സുബിൻ. മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജാക്സൺ ആൻഡ് നേഹയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം ഇസ് ബീങ് brought to us by Ekta. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് RG വയനാട്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറേ നേരമായി സംസാരിക്കുന്നു. ഇനി സംസാരിക്കാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു യെസ്. ഓക്കെ, ഇപ്പോൾ ലാൽ സാർ, ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാർ ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട പോലെ പറയേണ്ടതും ഒക്കെ സാറാണ്. അപ്പോൾ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതം. സീനിയറുള്ളപ്പോ ജൂനിയർ അനങ്ങണ്ട, അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ്സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടൊവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപിടി 20-ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണ പ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോണുകളാണ് എനിക്ക് അന്ന് എത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, ലാൽ സാർ, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. ഞാൻ സാറേ, അത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അയ്യോ അപ്പ പിന്നെ കുറച്ചേരൊക്കെ പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താ സാറേ, ലാൽ സാർ പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറൊന്നുമല്ല ലാൽ സാർ, എന്നെ ലാൽ സാർ എന്നിട്ട് വിളിക്കുന്നു. എന്നെ മാത്രമല്ല, ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിനൊരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ
സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാൽസാറിന്റെ ഞാൻ എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടോ അല്ല, ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പേരെന്തെങ്കിലും മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നമ്മൾ സാർ, ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കുകയാണ്. അവര് അടുത്ത ആഴ്ച വരും. ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവം വന്നു. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ എഴുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണോ, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീവന് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ് വേറൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും. എങ്കിലും ഇത് സംസാരിക്കാതിരിക്കുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ അനുജി പറഞ്ഞു, പപ്പ നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോടാ പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു പപ്പ, അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റും സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കോളാം, കുഴപ്പമില്ല. ലാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികർ തിലകം ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടകത്തിലൊന്നും മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇതിലിറങ്ങുമ്പോൾ അതിനകത്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും, അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ റിക്വസ്റ്റോ, ഇത് ഞാനും പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നമ്മുടെ അത് സാർ ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ ഈ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രഭുസാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയുടെ ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന, നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നടികർ തിലകം എന്നുള്ള ടൈറ്റിൽ. അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയല്ല, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വരികയും
നമ്മുടെ കൂടെ ഈ സമയത്തുണ്ടാവുകയും നമുക്ക് എല്ലാവിധ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്നിവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Tobino. Heartthrob of many of us. All right. അപ്പോൾ ഈ സിനിമയും പതിവ് പോലെ തന്നെ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആവട്ടെ. ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. 2024 പൊളിക്കും. റൈറ്റ്, ഇഫ് ഐ കുഡ് വെൽക്കം ദി പേഴ്സൺ സിറ്റിംഗ് റൈറ്റ് നെക്സ്റ്റ് ടു ഹിം. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആങ്കേഴ്സ് പലരും ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ. പക്ഷേ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ അത്രയും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇഫ് ഐ കുഡ് വെൽക്കം ശ്രീ സാബിൻ ഷാഹിർ onto the stage to speak to all of us. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലായി ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ചോദിച്ച ജീൻ, ലാൽ സാർ, എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ പറ്റിയത് സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാർ വീട്ടിലേക്ക് പോകാൻ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഇത്രയും സംസാരിക്കലോ അധികം സംസാരിക്കലോ എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമ്മുടെ ഒരു അജണ്ട പ്രകാരം സാർ നമുക്കറിയാലോ, അടുത്തത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ ഒന്നും പേര് ഇവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി. പുഷ്പ എന്ന മൂവി നമ്മൾക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 ദ റൂൾ ഇസ് ഗെറ്റിംഗ് റെഡി ടു റിലീസ്. സോ ഗോഡ് സ്പീഡ്, ഓൾ ദി ബെസ്റ്റ്. അത് പറയുമ്പോൾ ഗോഡ് സ്പീഡ് എന്നുള്ള പേരും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവരും. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷ് ചെയ്യാണ്. ഒരു സിനിമയിൽ നിർത്തണ്ട, തുടർന്നു കൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ ഗോഡ് സ്പീഡിൽ നിന്നും ഉണ്ടാവട്ടെ. ഗോഡ് സ്പീഡ്. റൈറ്റ്, ഹാവിങ് സെഡ് ദാറ്റ്, ഇനി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ആ ചടങ്ങിലേക്ക്, ആ ചീഫ് ഗസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പ്രഭു സാർ ഇസ് ഹിയർ. അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമേയില്ല. വി ലവ് ഹിം എ ലോട്ട്. അദ്ദേഹം വിളിച്ചു ഒരു കാര്യം ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ നമ്മൾ അതിനൊരു തീരുമാനമുണ്ടാക്കി. നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് ഒന്ന് വരുമോ എന്ന് ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഇവിടെ എത്തി, കൃത്യസമയത്തെത്തി, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇനി സാറിനെ അവിടെ ഇരുത്തുന്നില്ല, നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ലെറ്റ് എവറിബഡി സീ യു ഫോർ വൺ മോർ ടൈം. I would welcome the chief guest of today, none other than one of the prominent actors of the industry. We have Sri Prabhu. Listen, you hear that? Namaste, sir. Killers in the jungle. Killers in the jungle. പ്രിയപ്പെട്ട മക്കളെ നമസ്കാരം. I don't think I'll go for that paper. Very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. എൻ്റെ അച്ഛൻ മേലെ നീங்கெல்லாம் வந்து வச்சிருக்க பயங்கர லவ்வாய் இன்னைக்கு இந்த ஆசீர்வாதம் எனக்கு இங்கே I'm here. When my father was there, people used to talk about him. When my father wasn't there, people cried over him in Kerala. There where I went. I went to some villages shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapade, Mohanlal, Jairam sir, Dilip sir. எல்லாரும் கூடயும் படங்கள் பண்ணியிருக்கேன். அவங்க கூடலாம் போகும்போதுனா அந்தந்த வில்லேஜில் சிவாஜி சாரை பார்த்துட்டு, சிவாஜி சார் எப்படி இருக்கார், சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஆர்ட்டே போயிடுச்சு அப்படின்னு
people cried about him. That's the time I know that people in Kerala were in awe of him. They loved him so much. And that love and affection, you ought to show it here. Shobi sir, Tovino, you surprised me with all your characters. You're a relentless, very good actor. You're a good actor too, sir. Lal sir, சொல்லவே வேண்டாம். பிரமாதமான ஆக்டர் லால் சார். ஜீன் வந்து என்னோட மகன் விக்ரம் பிரபு மாதிரி ஜீன். Gene, you did a hit movie earlier. You're going to keep doing hit movies. We are welcoming you to Tamil, and Mr. Mailay is welcoming you to Telugu. Please come. We need talented like you, talented people like you. And we need talented artists like you. Lal sir, meter only Malayalam meter, Tamil meter, Telugu meter, எல்லாம் ஆயிட்டு இருக்காரு சார். அது மாதிரி நீங்க எல்லாம் வரணும். You will have fantastic actors. யாத்ரா மொழி ஃபாதர் ஆக்ட் பண்ணும்போது அப்போ திலகன் சார் ஒரு பக்கம், நெடுமுடி சார் ஒரு பக்கம், லால் சார் ஒரு பக்கம். டேய் என்னடா இப்படி ஆக்ட் பண்றாங்க எல்லாம். சிவாஜி சார் பிரமாதம் ஆக்ட் பண்றாங்க. See what happened was Shivaji sir in between he did not act for about 5 or 6 years. So that time they had called him for this picture. So he went. Everyone wanted to act with Shivaji sir. Tilagan sir told me that. Mama Nedumudi Anna also told me. And Lal with the father has done 19 films with Mr. Balaji. Suchi father would 19 films. So father calls Lal Mapla. Hey Mapla, Ibada. Like that. I also call him Mapla because Suchi is my sister. So like this continues. And of course Mamuka Anna, Dulkar and my son Vikram Prabhu are classmates. So we are close there also. Amma, Mrs. Lal, I'm so sorry I didn't come home. I'll come next time. Everyone is speaking about my food only, not about me. No, but that's how my father brought me up. My uncle, Mr. Shanmugam, was there, father's younger brother. He was School of Economics in London. He was the one who took care of my father. So they all brought us all up. Actors anywhere, technicians anywhere, people who come from media anywhere. First thing you ask them is, Sapting Lal. That is enough. So that's how I was brought up. But I'm so happy that Gene is doing a good job. Maitreyi production got a very big production. You have my Mapla, Alan. He also is a Godspeed production. So all this together with wonderful actors like Tovino, Shobi sir, Ipudi illa. Bhavana is also there, right? She's my artist, my Shivaji Productions artist. So I wish all of you wonderful, wonderful success. இது நடிகர் தலகம் அப்படின்னு வரும்போது someone told me, I didn't know about it. They said they put as நடிகர் தலகம். நடிகர் தலகம் is very close to Shivaji sir-ஓட fans-ஓட heart. ரொம்ப close. So what happened is they called me and they said, sir, நடிகர் தலகம் வச்சிருக்காங்க. Can you please ask them to change or ask them to get something else? I said, I will try. I simply called to Lal sir. Lal sir, படம் இது நடிகத்தலம் எடுக்கிறாங்க சார், யார்? ஐயோ சார், என் பையன் சார், ஜீன் சார் அப்படின்னு. I said, sir, எல்லாம் இன்னைக்கு டுடே throughout the world Shivaji sir is known as நடிகத்தலம். All those people who are very affectionate call him. So if you can, I will not force you. If you can, if my son Gene says okay, you please try. And Tovina, please tell Tovina also. Because it will be close to their heart also. நடிகத்தலம் பேரில் வந்து அவங்க படம் பண்ணாங்கன்னா it is a very big thing for them. So when they're doing that, please, I request, can you do? Can I? So with all the great heart, with the understanding, these people all, what they did was, they changed the name to Nadigar. I thank you all from the bottom of my heart, for my family, for the thousands of Shivaji sir fans. நீங்க வந்து டைட்டில் வந்து நடிகர் தலகம், you have made it as Nadigar. You're a great Nadigar, don't worry. All the best actors are there. And after all these movies, you're going to become a Nadigar Talagam. So no problem. You're going to save Mr. Shivaji's name. So thank you so much for being so understanding, Mr. Lal. Gene, I know how it is today's youngsters. நான் 250 films பண்ணியிருக்கேன். 75 directors I have introduced.
Okay, I'm very proud about that. Directors like you, P. Vasu sir, R.V. Udayakumar. So they have all, from an assistant director, I see them and I pick them out. The reason was, I was forced to do 19 films with my father that time. I wanted to get away from my father. Okay? Shivaji sir was a tree, banyan tree mari. I only could live my hand outside. I'm under a shade. I can't get his name, but I tried to save his name. I think I've done that much. Okay? So, this Nadigar Tilagam is very close to our heart. Please don't mistake us. People of Kerala also, please don't mistake us. We only requested. We did not force anyone. We requested. Requestல மாத்திருக்காங்க நடிகர் பேரு நடிகர் பெரிய ஹிட் ஆக போகுது மைத்ரேயி sir is one of the big producers in Telugu. Very happy to see him. And of course, Alan, you're going to become big time. Soon you're going to take 10 commandments and a picture bigger than Bahubali. Okay, a picture bigger than Ponniyin Selvan. Thank you so much. It was wonderful to meet you all. First of all, Nalsar family ki namaskaram. Chechi, I will come one day. I did not come today. I'll come one day. And I would have purchased. Okay? Thank you. Thank you so much, ladies and gentlemen. Thank you so much. Thank you the whole team of Nadigar Tilagam to have changed the name to Nadigar. Okay? From today, this film is Nadigar. Okay? Thank you so much for understanding us and understanding the thousands and millions of fans of Mr. Shivaji's Nadigar Tilagam's fans. Yeah, their wishes. Thank you so much. Please. Thank you so much. So kind of you. Mention பண்ண தப்பான வச்சுக்காதீங்க. Thank you. Mr. Anupக்கு வாங்க. வருக. Thank you so much. Nadigar Tilagam பேர். Nadigar Tilagam title is changed to Nadigar. Okay? Where my handsome hero Tovino is there. He is a Nadigar. You're going to become a Tilagam one day. Okay? Thank you so much, Jean. Thank you for understanding us. And thank you for coming out with this wonderful guest. Thank you. Alan. Thank you, Alan. Thank you. I think, sir. Thank you, sir. Thank you, boss. Thank you. Thank you, gentlemen. You சரியா இல்லைன்னா நம்ம க்ளோஸ் அப் சரியா இருக்காது. Thank you so much. Thank you. The whole team of Nadigar, thank you so much. Sir, and hello to all the media and press. Thank you so much. All the affection you showed to me is because of my father. And thank you so much for always being there for us. Thank you. Vanakkam. ഓക്കെ സാർ പറഞ്ഞു ഇനി നമ്മളതൊന്ന് കാണാൻ പോവാണ്. പേര് ചേഞ്ച് ചെയ്തതടക്കമുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ആണ് ഓൺ സ്ക്രീൻ നടക്കുന്നത്.